കരമന അഖിൽ വധക്കേസിൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. വിനീഷ് രാജ്, അഖിൽ, സുമേഷ് എന്നീ പ്രതികളാണ് ഇനി പിടിയിലാകാനുള്ളത്. പ്രതി അനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന് കണ്ടെത്താനായത് ഒരു പ്രതിയെ മാത്രമാണ്. ഇതിൽ മറ്റ് പ്രതികൾ എവിടെയായിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം? ഇവർക്കായുള്ള തിരച്ചിൽ ഏത് രീതിയിലാണ്? പ്രവൃത്തി ഈ കരമനയിലെ അഖിൽ വധക്കേസിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് കാര്യമായി തന്നെ വ്യാപിപ്പിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും പ്രധാനമായും ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പോലീസ് സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തും പ്രതികൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ ഈ പ്രതികളിൽ ഒരാളായ അനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി പിടികൂടാനുള്ളത് ഈ അഖിൽ, അതുപോലെ തന്നെ സുമേഷ്, വിനീഷ് രാജ് എന്നിവരാണ് പിടികൂടാനുള്ളത്. ഇതിൽ അഖിലാണ് ഏറ്റവും പ്രധാനമായും ഈ അഖിലിനെ, അതായത് മരിച്ച അഖിലിനെ കല്ലുകൊണ്ടിടിക്കുകയും അത് കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്, ക്രൂരമായി കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നതാണ്. ഈ പിടികൂടിയ അനീഷിനെ ഇന്നലെ ബാലരാമപുരത്തെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് അവിടെ എത്തുകയും അവിടെ നിന്ന് പിടികൂടുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണങ്ങൾ തന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണ സംഘത്തെ, കൂടുതൽ ഉദ്യോഗസ്ഥരെ വ്യാപിപ്പിച്ചുള്ള ഒരു അന്വേഷണത്തിന് കൂടിയാണ് പോലീസ് ഒരുങ്ങുന്നത്. പ്രവിധ. ശരി, കരമന അഖിൽ വധക്കേസിൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. വിനീഷ് രാജ്, അഖിൽ, സുമേഷ് എന്നീ പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്. വിവരങ്ങളാണ് അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.